ഞാൻ എപ്പോഴും എൻ്റെ മോളോട് പറയാറുണ്ട് പലപ്പോഴും, എടി നീയും ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു സാധാരണക്കാരൻ്റെ മകളായിരുന്നു, നിന്റെ പപ്പ ധനികനാ. അപ്പോൾ ആ വ്യത്യാസം എന്നും ലൈഫിലുണ്ടാവും. ഞാൻ എല്ലാത്തിനും വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അത് ഡ്രസ്സായിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ. പക്ഷെ ആ കുട്ടികൾക്ക് അത് അറിയണം. അവർ വളരുന്ന നമ്മളൊരു ബുദ്ധിമുട്ട് അറിയിക്കാതെ വളർത്തുന്നത്. ഇപ്പം പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ മാതാപിതാക്കളും ഇപ്പോഴത്തെ കാലത്ത് മക്കളെ ബുദ്ധിമുട്ട് അറിയിക്കത്തില്ല. ഇപ്പം ധനികനായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ. അപ്പം അവരങ്ങനെയാണ് വളരുന്നത്. പിന്നെ എസ്പെഷ്യലി അവൾ വളരുന്ന ആ ഒരു രീതിയിലല്ലല്ലോ ഞാൻ ജീവിച്ചത്. അപ്പം ആ ഒരു വ്യത്യാസം എന്നും ഉണ്ടാവും. അവരുടെ സ്വഭാവത്തിലും അവരുടെ സംസാരത്തിലും എല്ലാം ഉണ്ടാവും. പക്ഷെ ഞാനോ അല്ല, സ്ട്രിക്റ്റ് ആണ്. പഠനത്തിൽ സ്ട്രിക്റ്റ് ആവും. അവരുടെ ഒരു സ്വഭാവ രൂപീകരണത്തിൽ ഞാൻ സ്ട്രിക്റ്റ് ആണ്. അതൊഴിച്ചാൽ ബാക്കിയൊക്കെ എല്ലാം ഓക്കെ. കുറച്ചൊക്കെ നുണ പറയുകയും കളിപ്പിക്കുകയും ഒക്കെ പിള്ളേർ ചെയ്യും ഈ ഒരു പ്രായത്തിൽ. അപ്പൊ നമ്മളത് അങ്ങ് മനസ്സിലാക്കിയൊക്കെ അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ഇതിലേക്കൊന്നും പോവാതെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഞാനങ്ങ് കണ്ണടച്ചു. എല്ലാവരും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇത് ആക്ച്വലി മൊത്തം ബെഡ്റൂംസ് ആണ്. ഞങ്ങളുടെ പിള്ളേരുടെ റൂം, ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം, പിന്നെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് റൂം, അങ്ങനെ 4 ബെഡ്റൂംസ്. അപ്പൊ ഇത് മോന്റെ മുറി, ഇത് മോളുടെ മുറി അല്ലേ? ഈ 2 മുറിയിലേക്കും നമുക്ക് പ്രവേശനം അനുവദനീയമല്ലാത്തത് കൊണ്ട് നമുക്ക് ചേച്ചിയുടെ മുറിയിലേക്ക് പോകാം. ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ? ഞാൻ ഈ ഡോറിനൊക്കെ ഒരു പ്രത്യേകത തോന്നി എനിക്ക്. ഇതെല്ലാത്തിനും ഭയങ്കര പെർഫെക്ഷൻ. ഇത് എന്താ ചെയ്തേക്കുന്നത്? ഇത് വുഡ് ലാമിനേറ്റ് ചെയ്തേക്കുന്ന. വുഡ് ലാമിനേറ്റ് ചെയ്തേക്കുന്ന. ഇതെവിടെ ചെയ്തേ? ഇത് ബോംബെന്ന് ആൾക്കാർ വന്ന് ചെയ്യുന്ന. ഇവിടെ ഈ വർക്ക് ചെയ്തില്ല. ആണോ? നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ ചേച്ചിയുടെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. ഇത് എത്ര വർഷം മുന്നത്തെ ഫോട്ടോ ചേച്ചി? 16 വർഷം. ഇവിടെ ചേച്ചിയുടെ സാരി കളക്ഷൻ? സാരി അവരെ എണ്ണി കഴിഞ്ഞ ഒരു 50 എണ്ണം കഷ്ടിയില്ല കാണും. അത്രേ ഉള്ളൂ. അതെന്താ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് സാരികളൊക്കെ മൊത്തമായി മാറ്റി പുതിയ റൗണ്ട് കൊണ്ടുവയ്ക്കാം? കുറച്ചൊക്കെ ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ ഇവിടെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ. ഇതെന്റെ ബേബി ബുദ്ധ. സ്ലീപ്പിംഗ് ബുദ്ധ, ലാഫിംഗ് ബുദ്ധ, ബേബി ബുദ്ധ. ഇത് ബോംബെന്ന്. ചേച്ചിക്ക് കാര്യം ബോംബെ മിസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും ഈ വീട്ടിലെ പകുതിയിലധികം സാധനങ്ങളും ബോംബെ. അതെന്നാ ഇവിടെ നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊക്കെ ബോംബെയിൽ കുറെ കിട്ടും. എനിക്കൊന്ന് ഇവിടെ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന പല സാധനങ്ങളും, ഇവൻ ഈ ഇലക്ട്രിക്കൽ കടയിൽ കിട്ടുന്നത് പലതും ബോംബെന്ന് അവർ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന. അപ്പൊ നമ്മൾ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വരുന്നു. അങ്ങനെ ഇവനെ കാണുന്ന പോലെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ.